സർവകലാശാലകളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് വിലങ്ങു വീഴുമോ? സർവകലാശാലയിൽ രാഷ്ട്രീയ സംഘർഷങ്ങൾ തടയാൻ വിദ്യാർത്ഥികൾക്ക് പെരുമാറ്റച്ചട്ടം വേണമെന്ന നിലപാടിലാണ് ഹൈക്കോടതി. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഇത് സംബന്ധിച്ച് വൈസ് ചാൻസലർമാർക്ക് നൽകിയ നിർദ്ദേശം കോടതിയിൽ സമർപ്പിക്കാനിരിക്കുകയാണ്. ഈ നിർദ്ദേശം അംഗീകരിച്ചാൽ സർവകലാശാലകളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് പൂട്ടുവീഴുമെന്ന് രാഷ്ട്രീയ കേരളം ഭയപ്പെടുന്നു. എന്താകണം ശരിയായ നിലപാട്? കാണാം. ജെ ബിന്ദുരാജ് തയ്യാറാക്കിയ റിപ്പോർട്ട്. കലാലയ രാഷ്ട്രീയം തെറ്റും ശരിയും. സംസ്ഥാനത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ വളർച്ചയിൽ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ വഹിച്ച പങ്ക് സമാനതകളില്ലാത്തതാണെങ്കിലും സമീപകാലത്തായി കലാലയങ്ങളിൽ വർദ്ധിച്ചു വരുന്ന അക്രമ സംഭവങ്ങളും പഠന തടസ്സങ്ങളും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ പുനർചിന്തനത്തിന് വഴിവെച്ചിട്ടുണ്ട്. രാഷ്ട്രീയം പലപ്പോഴും ക്യാമ്പസുകളെ യുദ്ധക്കളമാക്കുന്നതിന് പുറമെ രാഷ്ട്രീയ പാർട്ടികൾ സ്വാർത്ഥലാഭത്തിനായി വിദ്യാർത്ഥികളെ കരുവാക്കുന്നു എന്ന ആക്ഷേപവും ശക്തമാണ്. രാഷ്ട്രീയ സംഘടനകൾ പ്രഖ്യാപിക്കുന്ന സമരങ്ങളും പണിമുടക്കുകളും അധ്യയന ദിവസങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് വിദ്യാർത്ഥികളുടെ ഭാവിയെ ദോഷകരമായി ബാധിക്കുന്നു എന്നാണ് വിദ്യാർത്ഥി രാഷ്ട്രീയ നിരോധനത്തിനായി വാദിക്കുന്നവരുടെ പക്ഷം. എന്നാൽ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ വിദ്യാർത്ഥി രാഷ്ട്രീയം ആവശ്യമാണെന്നാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ അനുകൂലിക്കുന്നവരുടെ വാദം. സെക്കുലർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ക്യാമ്പസുകളിൽ സജീവമാകുമ്പോൾ വർഗീയ ശക്തികൾക്ക് അവിടെ വേരുറപ്പിക്കാൻ കഴിയില്ല എന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. കേരള ഹൈക്കോടതി ഈ വിഷയത്തിൽ പലപ്പോഴും നിർണായകമായ നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. സർവകലാശാലകളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം വിലക്കണമെന്നാവശ്യപ്പെട്ട് കൊല്ലം സ്വദേശി ഡോക്ടർ എസ് ഗണപതിയുടെ ഹർജിയിൽ ഫെബ്രുവരി 4-ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഹൈക്കോടതി ബെഞ്ച് ചാൻസലറായ ഗവർണർ ഉൾപ്പെടെയുള്ള കക്ഷികളോട് അഭിപ്രായം തേടിയിരിക്കുകയാണ്. 2005-ൽ മഹാത്മാഗാന്ധി സർവകലാശാല പുറപ്പെടുവിച്ച പെരുമാറ്റച്ചട്ടം എല്ലാ സർവകലാശാലകൾക്കും ബാധകമാക്കാം എന്ന് വ്യാഴാഴ്ച കൊച്ചിയിൽ ചേർന്ന വിസിമാരുടെ യോഗത്തിൽ ഗവർണർ നിർദ്ദേശം നൽകിയിരുന്നു. MG യൂണിവേഴ്സിറ്റി പെരുമാറ്റച്ചട്ടപ്രകാരം പഠിപ്പ് മുടക്ക്, മുദ്രാവാക്യം വിളി, ധർണ, പ്രകടനം, ഉപരോധം എന്നിവയൊക്കെയും അച്ചടക്കലംഘനമായതിനാൽ ക്യാമ്പസിൽ അനുവദിക്കില്ല. ഇക്കാര്യം കോടതിയെ ഗവർണർ അറിയിക്കുമെന്നാണ് വിവരം. ഇതിനനുസൃതമായി കോടതി അന്തിമവിധി പുറപ്പെടുവിച്ചാൽ കേരളത്തിലെ സർവകലാശാലകളിൽ രാഷ്ട്രീയത്തിന് വിലക്ക് വീഴുമെന്നാണ് രാഷ്ട്രീയ കേരളം ഭയക്കുന്നത്. വിദ്യാർത്ഥി രാഷ്ട്രീയം ക്യാമ്പസുകളിൽ പൂർണ്ണമായി നിരോധിക്കുന്നത് ജനാധിപത്യ വിരുദ്ധം എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നിരുന്നാലും അക്രമരഹിതവും സർഗാത്മകവുമായ രാഷ്ട്രീയ സംസ്കാരം ക്യാമ്പസുകളിൽ വളർന്നു വരേണ്ടതുണ്ട്. പഠനത്തിന് മുൻഗണന നൽകിക്കൊണ്ട് സാമൂഹിക മാറ്റങ്ങൾക്കായി ശബ്ദമുയർത്തുന്ന ഒരു രീതിയിലേക്ക് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ സ്വയം നവീകരിക്കപ്പെടുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.